ഉൽപ്പത്തി പുസ്തക വായന 36-ാം അധ്യായം. ഏസാവ് ഏദോമ്യരുടെ പിതാവ്. ഏദോം എന്നുകൂടി പേരുള്ള ഏസാവിൻ്റെ സന്താന പരമ്പര ഇതാണ്. കാനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിൻ്റെ ഭാര്യമാർ. ഹിത്യനായ ഏലോൻ്റെ മകളാണ് ആദ. ഹിവ്യനായ സിബിയോൻ്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബാമ. ഇസ്മായേലിൻ്റെ മകളും നെബോയോത്തിൻ്റെ സഹോദരിയുമാണ് ബസ്മത്ത്. ഏസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റവൂലും ജനിച്ചു. ഒഹോലിബാമയിൽ നിന്ന് അവന് യവൂഷും യാലാമും കോറഹും ജനിച്ചു. കാനാൻ ദേശത്ത് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണ് ഇവർ. ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരുമൊത്ത് തൻ്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുക്കളുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലേക്കുള്ള ഒരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ച് പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കാനാവാത്തവണ്ണം അത്രയധികമായിരുന്നു അവരുടെ ആടുമാടുകൾ. അതുകൊണ്ട് ഏസാവ് സെയിർ എന്ന മലനാട്ടിൽ പാർത്തു. ഏസാവും ഏദോമും ഒരാൾ തന്നെ. സെയിർ മലയിലെ ഏദോമിയുടെ പിതാവായ ഏസാവിൻ്റെ സന്തതി പരമ്പര. ഏസാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ്, ഭാര്യയായ ബസ്മത്തിലുണ്ടായ മകൻ റവൂവേൽ. എലിഫാസിൻ്റെ പുത്രന്മാർ തേമൻ, ഒമർ, സെഫോ, കത്താം, കെനസ്. ഏസാവിൻ്റെ മകൻ എലിഫാസിന് തിമ്ന എന്നൊരു ഉപനാരിയുണ്ടായിരുന്നു. എലിഫാസിന് അവളിൽ അമലേക് എന്നൊരു പുത്രൻ ജനിച്ചു. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ. റവൂവേലിൻ്റെ പുത്രന്മാരാണ് നഹത്ത്, സേറഹ്, ഷമ്മ, മിസാം എന്നിവർ. ഏസാവിന് ഭാര്യ ബസ്മത്തിലുണ്ടായ സന്തതികളാണിവർ. സിബിയോൻ്റെ പുത്രിമാരായ ആനയുടെ മകൾ ഒഹോലിബാമയിൽ ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യവൂഷും യാലാമും കോറഹും. ഏസാവിൻ്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു. ഏസാവിൻ്റെ കടിഞ്ഞൂൽ പുത്രനായ എലിഫാസിൻ്റെ മക്കൾ തേമാൻ, ഓമർ, സെഫോ, കെനസ്, കോറഹ്, ഗത്താം, അമലേക് എന്നിവർ ഏദോം നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ്. ഏസാവിൻ്റെ മകനായ റവൂവേലിൻ്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. ഏദോം നാട്ടിൽ റവൂവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ. ഇവർ ഏസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ സന്തതികളാണ്. ഏസാവിൻ്റെ ഭാര്യ ഒഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യവൂഷ്, യലാം, കോറഹ്. ഇവർ ഏസാവിൻ്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹോലിബാമയിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവർ ഏസാവിൻ്റെ സന്തതികളും ഏദോമിലെ പ്രമുഖരുമാണ്. അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയിർ എന്ന ഹൂരിൻ്റെ പുത്രന്മാരുമാണ് ലോതാൻ, ഷോബാൽ, സിബിയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ഇവർ ഏദോം നാട്ടിലെ സെയിറിൻ്റെ പുത്രന്മാരും ഹോര്യരിലെ പ്രമാണികളുമാണ്. ലോതാൻ്റെ പുത്രന്മാർ ഹോറി, ഹേമ. ലോതാൻ്റെ സഹോദരിയായിരുന്നു തിമ്ന. ഷോബാലിൻ്റെ പുത്രന്മാർ അൽവാൻ, മനഹത്ത്, ഏബാൽ, ഷെഫോ, ഓനാം. സിബിയോൻ്റെ പുത്രന്മാർ അയ്യ, ആന. തൻ്റെ പിതാവായ സിബിയോൻ്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ്. ദീഷോൻ ആനായുടെ പുത്രനും ഒഹോലിബാമയുടെ പുത്രിയുമായിരുന്നു. ഹെംദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു ദീഷോൻ്റെ പുത്രന്മാർ. ഏസറിൻ്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സവാനും അക്കാനും. ദീഷാൻ്റെ പുത്രന്മാരായിരുന്നു ഊസും ആരാനും. ഹോര്യരിലെ പ്രമുഖരായിരുന്നു ലോതാൻ, ഷോബാൻ, സിബയോൻ, ആന എന്നിവർ. ദീഷോൻ, ഏസർ, ദീഷാൻ എന്നിവർ സെയിർ നാട്ടിലെ ഹോര്യരിലെ പ്രമുഖരായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഏദോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു. ബെയോറിൻ്റെ മകനായ ബേല ഏദോമിൽ ഭരിച്ചു. അവൻ്റെ പട്ടണത്തിൻ്റെ പേര് ദിൻഹാബ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ ബോസ്രായിലെ സെറഹിൻ്റെ മകനായ യോബാബ് രാജാവായി. യോബാബ് മരിച്ചപ്പോൾ തേമീനായ ഹൂഷാം രാജാവായി. ഹൂഷാം മരിച്ചപ്പോൾ ബാദാദിൻ്റെ പുത്രനായ ഹാദാദ് രാജാവായി. അവൻ മോവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. അവൻ്റെ പട്ടണത്തിൻ്റെ പേര് അവിത്ത് എന്നായിരുന്നു. ഹാദാദ് മരിച്ചപ്പോൾ മസ്രേക്കാലിലെ സംല രാജാവായി. സംല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോബോത്തിലെ സാവൂൾ രാജാവായി. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകനായ ബെൽഹാനാൻ രാജാവായി. അക്ബോറിൻ്റെ മകനായ ബെൽഹാനാൻ മരിച്ചപ്പോൾ ഹാദാറാണ് തൽസ്ഥാനത്ത് ഭരിച്ചത്. അവൻ്റെ പട്ടണത്തിൻ്റെ പേര് പാവു എന്നായിരുന്നു. മെസഹാബിൻ്റെ പൗത്രിയും മത്രയിദിൻ്റെ പുത്രിയുമായ മെഹത്തബയേൽ ആയിരുന്നു അവൻ്റെ ഭാര്യ. കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖർ തിമ്ന, അൽവ, യത്തത്ത്, ഒഹോലിബാമ, ഏല, പീനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം എന്നിവരായിരുന്നു. തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസസ്ഥലമനുസരിച്ച് ഏദോംകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു.
ഏസാവാണ് ഏദോംകാരുടെ പിതാവ്.